ആദ്യം തന്നെ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. എൻ്റെ പേര് രശ്മി വിപിൻ രാജ്. ഈ വനിതാ ദിനത്തിൽ ഞാൻ വനിതാ രത്നമായി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കഥകളി ഗുരുവായ അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷിനെയാണ്. കലാമണ്ഡലം വൈക്കം കരുണാകരൻ ആശാൻ്റെയും കാവുക്കുട്ടിയുടെയും മകളായി ജനനം. 3-ാം വയസ്സിൽ തന്നെ കഥകളിയോടുള്ള ഭ്രമം കാരണം സഹോദരന്മാരുടെ മുൻപിൽ ഏറ്റവും പ്രിയപ്പെട്ട ദമയന്തിയുടെ വേഷം ഒരു രസത്തിനു വേണ്ടി അവതരിപ്പിക്കുമായിരുന്നു. 5 വയസ്സ് മുതൽ ഫാക്ട് മോഹൻ ആശാന്റെ കീഴിൽ കഥകളി അഭ്യസിച്ചു തുടങ്ങി. പിന്നീട് സ്വന്തം അച്ഛൻ്റെ കീഴിലും ഫാക്ട് പത്മനാഭൻ ആശാന്റെ കീഴിലും കഥകളി പഠനം തുടർന്നു. 2007 മുതൽ ശ്രീ കലാമണ്ഡലം ശ്രീകുമാരൻ ആശാന്റെ കീഴിൽ കഥകളി വേഷങ്ങൾ കൂടുതലായി അഭ്യസിക്കുന്നു. കഥകളി പഠനത്തിനിടയിലും എറണാകുളം ലോ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം യൂണിവേഴ്സിറ്റി റാങ്കോടെ കരസ്ഥമാക്കി. കഴിഞ്ഞ 43 വർഷത്തെ തൻ്റെ കഥകളി പ്രവർത്തന രംഗത്ത് ശ്രീമതി രഞ്ജിനി പുരുഷ വേഷങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. രാവണോദ്ഭവത്തിലെ രാവണനെ അരങ്ങിൽ അവതരിപ്പിച്ച ആദ്യ വനിത ശ്രീമതി രഞ്ജിനി സുരേഷ് ആണെന്നത് എടുത്തു പറയേണ്ടതാണ്. ഹനുമാൻ, ഹംസം, ദുര്യോധനൻ, കൃഷ്ണൻ, കാട്ടാളൻ എന്നീ വേഷങ്ങളാണ് അധികവും ചെയ്യാറുള്ളത്. വനിതകൾ അധികം ആടാറില്ലാത്ത നിണം അടുത്തിടെ രംഗത്ത് അവതരിപ്പിച്ചിരുന്നു. തൃപ്പൂണിത്തറയിൽ പിതാവായ കലാമണ്ഡലം കരുണാകരൻ ആശാന്റെ സ്മാരകമായി കഥകളി സ്കൂൾ നടത്തി വരികയാണിപ്പോൾ. വിദ്യാർത്ഥികളിൽ കൂടുതലും പെൺകുട്ടികളും വനിതകളും ആണെന്നത് ഈ വനിതാ ദിനത്തിൽ പറയാതിരിക്കാൻ വയ്യ. 2012 കേന്ദ്ര സംഗീത നാടക അക്കാദമി ബിസ്മില്ല യുവ പുരസ്കാരവും കലാസാഗർ അവാർഡ്, കോഴിക്കോട് തോടയം പുരസ്കാരം, പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക രജത കമല പുരസ്കാരം, ഓർച്ചിറ ഓർക്കാസ് പുരസ്കാരം എന്നിവയ്ക്ക് അർഹയായി. സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ആർട്സിൻ്റെ പാനൽ അംഗമാണ്. രാഷ്ട്രപതിയുടെ നാരീശക്തി പുരസ്കാരം നേടിയ തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘത്തിലെ അംഗമാണ്. അച്ഛന് ലഭിക്കേണ്ട പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളുമാണ് തനിക്ക് ലഭിച്ചതെന്ന് ശ്രീമതി രഞ്ജിനി വിശ്വസിക്കുന്നു. അവരുടെ ഗുരുഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഇന്നത്തെ യുവതലമുറ സ്വായത്തമാക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭർത്താവ് അഡ്വക്കേറ്റ് സുരേഷ് സുകുമാർ ഹൈക്കോടതി അഭിഭാഷകനാണ്. മകൻ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ്, മകൾ കാമ്യ. ഇവരോടൊപ്പമാണ് ശ്രീമതി രഞ്ജിനി ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നത്. വരും വർഷങ്ങളിലും രഞ്ജിനി ചേച്ചിക്ക് കുറേയേറെ വിദ്യാർത്ഥികളെ കഥകളി അഭ്യസിപ്പിക്കുവാനും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുവാനും ഈശ്വരൻ ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.